അങ്ങനെ ഞാൻ രാവിലെ എണീറ്റു. ഇതൊരു 5-5:15 സമയമാണ് കേട്ടോ. എണീറ്റ് കുളിച്ചു. നടക്കാമെന്ന് കരുതിയിട്ടാണ് രാവിലെ എണീറ്റത്. അപ്പം എന്തായാലും എണീക്കുന്നു. അപ്പം പിന്നെ തൊട്ടടുത്താണ് ആറ്റുകാൽ ക്ഷേത്രം. അപ്പം അമ്മയും കൂടെ പോയി കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് രാവിലെ അങ്ങനെ എണീറ്റ് ആറ്റുകാൽ ക്ഷേത്രത്തിലോട്ട് പോവേണ് കേട്ടോ. കുറച്ച് നടക്കാനുണ്ടത്. ഇപ്പോൾ ഒരു നടത്തമായി രാവിലത്തെ. ദേവിയെ കണ്ടതുമായല്ലോ. അപ്പം അങ്ങനെ ഒരു എനിക്ക് 2 പ്രാവശ്യം ഞാൻ ആദ്യമായിട്ടാണ് ഈ വോയിസൊക്കെ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം അതിൻ്റേതായ ചില പ്രശ്നങ്ങളൊക്കെ കാണും. അങ്ങനെ അമ്മയെ കണ്ടു. ഇനി കണ്ട് തൊഴുതതിന് ശേഷം വീട്ടിൽ പോയി എപ്പോഴും ചെയ്യും പോലത്തെ കുറേ വീട്ടു ജോലികളുണ്ടല്ലോ, അതെല്ലാം കഴിഞ്ഞിട്ട് വേണം എനിക്കിനി ഓഫീസിൽ പോകാനായിട്ട്. ഈ നടന്നു വരുന്നത് വേറെ ആരോ ആണ് കേട്ടോ. എനിക്കൊരു പരിചയമില്ലാത്ത ആൾക്കാരാണ്. ഞാൻ വീഡിയോ വളരെ പാടുപെട്ടാണ് എടുക്കുന്നത്. നമ്മുടെ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. അപ്പം നടയിൽ കയറുന്നത് വരെയുള്ള വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അവർ ഫോൺ മാറ്റാൻ പറയും. എന്നിട്ട് ഞാൻ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ട് തിരിച്ച് തൊഴുത് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ആ വരുന്ന വഴിക്ക് അവിടെ വയലൊക്കെ ഉണ്ട് കേട്ടോ. ആ വയൽ മൊത്തം ചവറൊക്കെ ഇട്ട് കംപ്ലീറ്റ് കാക്കയും മൈനയും ഒക്കെ വന്ന് കൊത്തിപ്പറക്കിക്കൊണ്ടൊക്കെ എച്ചിലൊക്കെ കൊത്തിപ്പറക്കിക്കൊണ്ട് നിൽക്കുന്നത് കാണാം. അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് സെൽഫിയൊക്കെ എടുത്തു. ഇന്നലെ ഞാൻ ആറ്റുകാൽ വന്നിരുന്നു. അത് വൈകിട്ടാണ്. അതിൻ്റെ കുറച്ച് ഒരു കുഞ്ഞു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ. ആമിയുണ്ടായിരുന്നു, മോളും ഞാനും മോളും കൂടെ വന്നത് വണ്ടിയിൽ. ഇനി ഇത് കുറേ ദിവസം കൊണ്ട് മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്, എനിക്കിങ്ങനെ നടക്കാൻ പോകണം, രാവിലെ എണീക്കണം, അമ്പലത്തിൽ പോകണം. ഇതൊക്കെ ഒരു 19 വർഷത്തിന് മുന്നേ നടന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ രാവിലെ എണീക്കുക, കോവിലിൽ പോവുക, തൊഴുക എന്നൊക്കെ ഉള്ളത്. വീണ്ടും അതൊരു എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറ്റി. നാളെയും ഞാൻ നടക്കും. പൂർണ്ണ വിശ്വാസത്തോടെ ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ കുറേ ചവറൊക്കെ ഉണ്ട്. ആ ചവറിൻ്റെ ഇടയിൽ കൂടെയൊക്കെയാണ് ഞാൻ നടന്നു പോണത്. പണ്ട് ഇവിടെയൊന്നും ചവറിടൂലായിരുന്നു കേട്ടോ. ഓക്കെ.